ആരും തിരിഞ്ഞു നോക്കാനില്ലാണ്ട് നമ്മളെ വീട് ഒരു മാസക്കാലത്തേക്കൊക്കെ അടച്ചിട്ടില്ല അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. ആകെപ്പാടെ നാശകോശമായിരിക്കും അല്ലേ. വീട്ടിൻ്റെ പുറത്ത് ആകെപ്പാടെ കാട് പിടിച്ച്, വീട്ടിൻ്റെ അകത്താണെങ്കിൽ ചലന്തി വലയും മണ്ണും പൊടിയും. ഒരു മാസക്കാലമൊക്കെ കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ പൂപ്പലൊക്കെ മണ്ണുണ്ടാവും അല്ലേ. മൊത്തം നാശകോശമായിരിക്കും. ഈ പറഞ്ഞ പോലെയാണ് നമ്മളെ മനുഷ്യന്മാരുടെ മനസ്സും ചിന്തകളും. ഇത് ഉപയോഗിക്കാതെ അവിടെ വെച്ച് കഴിഞ്ഞാൽ അവിടെ കാട് കയറും, മറ്റ് ജീവികൾ വന്ന് കൂട് കൂട്ടും. അങ്ങനെ ആകെപ്പാടെ നാശകോശം, വേണ്ടാത്ത ചിന്തകളും, മൊത്തത്തിൽ ദുർഗന്ധമായിരിക്കും. പക്ഷേ ഈ ദുർഗന്ധം നമുക്കുണ്ടാവില്ല. നമുക്ക് ചുറ്റുമുള്ള മനുഷ്യന്മാർക്ക് നമ്മളെ പ്രവർത്തികളിലൂടെ അതൊക്കെ അറിയാൻ തുടങ്ങും. അപ്പോൾ മനുഷ്യന്മാരെന്താവും, മല്ല 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 അകന്നു പോകുന്നുള്ളതാണ്. അപ്പം നമ്മളെ ചിന്തകളും നമ്മളെ മനസ്സ് എപ്പോഴും വൃത്തിയാക്കി വെക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ലത് മാത്രം കേൾക്കുക. എന്നാൽ നമുക്ക് കുറേ കൂടി മനോഹരമാവാൻ പറ്റും എന്നുള്ളതാണ്. പടച്ചോൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നുള്ളത്. ചിന്തിക്കുന്ന മനുഷ്യന് മാത്രമേ വളരുള്ളൂ, ചിന്തിക്കുന്നവർക്ക് മുമ്പിൽ മാത്രമേ ദൃഷ്ടാന്തങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പം ചിന്തിക്കുക എന്നുള്ളത് നമ്മളെന്ന വ്യക്തിയെ കുറേ കൂടി മനോഹരമാക്കാൻ, ആക്ടിവേറ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പം നമ്മുടെ മനസ്സും ചിന്തകളും എപ്പം നന്മകൾ കൊണ്ട് നിറക്കുക എന്നുള്ളതാണ് നമുക്ക് നമ്മളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. കീപ് സ്മൈലിംഗ് ബൈ ഹാർട്ട്, നോട്ട് ഓൺലി ബൈ ലിപ്സ്.